പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലോടെയാണ് സത്യം പുറത്തു വന്നത്. വീട്ടമ്മയെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയതാണ്. ഭർത്താവ് ജോസിന് നേരെയാണ് സംശയമുന നീളുന്നത്. മാനസിക പ്രശ്നമുള്ള ഭാര്യയെ ജോസ് കൊലപ്പെടുത്തിയതാകാമെന്നാണ് നിഗമനം. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12:30ഓടെയാണ് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ ലീനയെ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിന് സമീപം ഹോട്ടൽ നടത്തുന്ന മൂത്ത മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സമീപത്ത് രക്തം പുരണ്ട വാക്കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ മരണത്തിൽ പുറത്തുനിന്നുള്ള ആരുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ വിശദമായ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. ഇത് ഒറ്റവെട്ടിൽ ഉണ്ടായതാണെന്ന് ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി. വിരലടയാളങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച പോലീസ് ഭർത്താവ് ജോസിനെ കസ്റ്റഡിയിലെടുത്തു. ലീനയ്ക്ക് മാനസിക സംഘർഷം ഉണ്ടായിരുന്നതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൊഴി ലഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലൂടെ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കോട്ടയം. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന കുടുംബം അതിനിടെ ഭാര്യ വൃക്കരോഗിയാണെന്ന് അറിഞ്ഞതോടെ തിരുവനന്തപുരം കരകുളം സ്വദേശി ഭാസുരൻ മാനസികമായി തകർന്നതാണ്. ചികിത്സിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭാസുരൻ ജീവനൊടുക്കിയത് നാട്ടുകാർക്ക് ഇപ്പോഴും ഒരു ഞെട്ടലാണ്. കാരണം ഭാര്യയെ ഇത്രമാത്രം സ്നേഹിച്ച ഭാസുരന് അവരെ എങ്ങനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞെന്ന ചോദ്യമാണ് ഉയരുന്നത്. പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഭാര്യ ജയന്തിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം ഭർത്താവ് കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെയായിരുന്നു സംഭവം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയന്തി SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൂടെ ഭർത്താവ് ഭാസുരനുമുണ്ടായിരുന്നു. ഇലക്ട്രിക് ബെഡ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് 5ാമത്തെ നിലയുടെ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടി. ആശുപത്രിയുടെ ഉള്ളിൽ സ്റ്റെയർ കേസിനടുത്തായാണ് ഇയാൾ വീണത്. ഗുരുതരമായി പരിക്കേറ്റ ഭാസുരനെ ഉടൻ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജയന്തിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വൃക്ക സംബന്ധമായ രോഗത്തിന് 1 വർഷത്തോളമായി ജയന്തി ചികിത്സയിലാണ്. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്തിരുന്നു. ഇതിനിടെ കയ്യിൽ ട്യൂബിട്ടതിൽ അണുബാധ ഉണ്ടായതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയും വേണ്ടി വന്നു. ഒക്ടോബർ 1 ആശുപത്രിയിൽ അഡ്മിറ്റായി 5-ാം തീയതിയായിരുന്നു ശസ്ത്രക്രിയ. 2 ശസ്ത്രക്രിയകൾ കൂടി വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ചികിത്സാ ചെലവുകൾ ഏറിയതോടെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ആശാരിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഭാസുരൻ ഇപ്പോൾ ജോലികൾക്കൊന്നും പോകുന്നില്ല. ഇതിനിടെ പക്ഷാഘാതമുണ്ടായി. ഭാര്യയുടെ രോഗാവസ്ഥയിലും അവർ വേദന അനുഭവിക്കുന്നതിലും ഭാസുരന് വലിയ ദുഃഖമുണ്ടായിരുന്നുവെന്ന് അടുപ്പമുള്ളവർ പറയുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഭാര്യയും ഭർത്താവും തമ്മിൽ പല വീടുകളിലും ചെറിയ വഴക്കും തർക്കവും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുക. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് അമ്മയെയും മക്കളെയും കാണാതായ സംഭവവും അതേ തുടർന്ന് യുവതിയുടെ ഭർത്താവ് ജീവനൊടുക്കിയതും നമ്മൾ ചർച്ച ചെയ്തതാണ്. റീനയുടെയും 2 പെൺമക്കളുടെയും തിരോധാനത്തിന് പിന്നിൽ ഭർത്താവ് അനീഷ് മാത്യു ആണെന്ന് ആരോപിച്ച് പോലീസ് അയാളെ ചോദ്യം ചെയ്തിരുന്നു. അതോടെയാണ് അനീഷ് ജീവനൊടുക്കിയത്. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ റീനയെയും മക്കളെയും കണ്ടെത്തിയിരിക്കുന്നു. 1.5 മാസം മുൻപ് കാണാതായ 3 പേരും തമിഴ്നാട് സർക്കാരിൻ്റെ കന്യാകുമാരിയിലെ അഭയ കേന്ദ്രത്തിലായിരുന്നു താമസം.
ഓഗസ്റ്റ് 17-നാണ് റീനയെയും മക്കളെയും കാണാതാവുന്നത്. 1.5 മാസത്തിന് ശേഷം തമിഴ്നാട് കന്യാകുമാരിയിലെ സർക്കാരിന്റെ അഭയകേന്ദ്രത്തിൽ നിന്ന് ഇവരെ കണ്ടെത്തി. റീനയുടെയും മക്കളുടെയും തിരോധാനത്തെ തുടർന്ന് പോലീസ് തമിഴ്നാട്ടിലും അന്വേഷണം വ്യാപിപ്പിക്കുകയും ഇവരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇവരെ കണ്ടെത്തിയത്. റീനയുടെയും മക്കളുടെയും തിരോധാനത്തിന് പിന്നാലെ ഭർത്താവ് അനീഷ് മാത്യുവിനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. റീനയെ കാണാതായതിനെ തുടർന്ന് അനീഷ് മാത്യുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് അനീഷ് മാത്യു ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നിരവധി CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളും പരിശോധിച്ചാണ് പോലീസ് റീനയെയും മക്കളെയും കണ്ടെത്തിയത്. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിരുന്നു. എന്തിനാണ് ഇവർ നാടുവിട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പത്തനംതിട്ട. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ പല ദുരൂഹതയുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുട്ടക്കാട് സ്വദേശിനി സുനിതകുമാരി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കിയത്. 2 മക്കളെ വളർത്താൻ കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ള വീട്ടമ്മ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന അന്വേഷണമെത്തിയത് കോൺഗ്രസ് പ്രാദേശിക നേതാവിലേക്കാണ്. നഗരസഭാ അംഗമായ കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറിയെന്നും തന്നെ വഞ്ചിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശിയായ സുനിതകുമാരിയെ ബുധനാഴ്ചയാണ് വീടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കാണുന്നത്. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ചായയിടുന്നതിനിടയിൽ ഗ്യാസിൽ നിന്ന് തീ പടർന്ന അപകടം സംഭവിച്ചു എന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ ഇവർ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തി. നഗരസഭാംഗമായ കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. മുതിർന്ന നേതാവായ ഇയാളുടെ മോശം പെരുമാറ്റമാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് കുറിപ്പിലുണ്ട്. ലോണെടുത്ത് നൽകാമെന്ന വാഗ്ദാനവുമായി തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നതായി പോലീസ് വ്യക്തമാക്കി. സുനിതയും 2 മക്കളും മാത്രമായിരുന്നു ഇവിടെ താമസം. 3 മാസം മുൻപ് വീടിന് സമീപത്തായി ഒരു ബേക്കറിയും ഇവർ തുടങ്ങിയിരുന്നു. എനിക്ക് കൊടുത്തേക്കുന്ന മോനെ ഞാൻ മരിക്കാൻ കാരണം ഇന്ന ആളാണ്. ജോസ് ഫ്രാങ്ക് എന്ന വ്യക്തിയാണ് കാരണം. പുള്ളി എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് പല മോശപ്പെട്ട കാര്യങ്ങളിലും വിളിക്കുന്നത്. എനിക്ക് ഭർത്താവില്ലാത്തതുകൊണ്ട് അയാൾ പാർട്ടിയായിട്ടിരിക്കാൻ പറയണം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് കടമുണ്ട്. കടം എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് അയാളെന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യും? പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നഗരസഭാംഗത്തിന്റെ പങ്ക് അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെയ്യാറ്റിൻകര. രോഗികൾ ചികിത്സാ പിഴവ് കാരണം മരിക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ വീഴ്ചയെന്ന് പറഞ്ഞ് നമ്മൾ വിമർശിക്കാറുണ്ട്. എന്നാൽ ആശുപത്രിക്കുള്ളിൽ ഒരു ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടാകുന്നതും അതേ സിസ്റ്റത്തിൻ്റെ പിഴവ് മൂലമല്ലേ? ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന് പിന്നാലെ ആശുപത്രികളിലെ സുരക്ഷ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ആരോഗ്യ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ മകളുടെ മരണം പ്രതി സനൂപിനെ മാനസികമായി തളർത്തിയെന്നും മകൾക്ക് കൃത്യമായി ചികിത്സ ലഭ്യമായില്ലെന്ന തോന്നലാകും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും ഭാര്യ പ്രതികരിച്ചു. ഡോക്ടറെ ആക്രമിക്കുന്നതിനായി സനൂപ് 2 ആൺമക്കളെയും കൂട്ടി ആശുപത്രിയിലെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സൂപ്രണ്ടിന്റെ മുറിയുടെ മുൻവശത്ത് 2 വട്ടം എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രതി ഉള്ളിൽ കടന്ന് ഡോക്ടർ വിപിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ആശുപത്രി ജീവനക്കാരാണ് സനൂപിനെ പിടികൂടി പോലീസിനെ കൈമാറിയത്. താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സനൂപിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ പോലീസ് വൈകാതെ സമർപ്പിക്കും. ഡോക്ടറെ ആക്രമിച്ച ഭർത്താവിന്റെ നടപടിയെ ന്യായീകരിക്കുന്നില്ലെന്ന് സനൂപിന്റെ ഭാര്യ പ്രതികരിച്ചു.
അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചല്ല മകൾ മരിച്ചതെന്ന് സനൂപ് ഉറച്ചു വിശ്വസിച്ചു. മകളുടെ മരണശേഷം മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു സനൂപെന്നും ഭാര്യ പറയുന്നു. അമീബിക് എന്നുള്ള ഒരു എന്താ പറയുക ലേബിള് ഒട്ടിച്ച കാരണം അത് നമുക്ക് മരിച്ചത് മാത്രമല്ല മരണശേഷം കുറെ അനുഭവങ്ങൾ വരാണ്. കാരണം കുട്ടീനെ പൊതുദർശനം സ്കൂളിലാണ്. കുട്ടിക്ക് അമീബി കാണുന്ന ഒരു വൈറസാണ്, അത് പകരും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത കാരണം ഒരു സ്കൂളിൽ വെച്ചിട്ട് പോലും വളരെ തുച്ഛമായ ആൾക്കാർ, അത് സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ വരെ തന്നെ ആ കുട്ടീനെ വന്ന് കാണാനുള്ളൊരു പേടി, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കളെന്ന നിലയിൽ അവള് പഠിച്ചു വളർന്നു. കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നുവെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ആ കുട്ടി ആ രീതിയിൽ സിക്കാണെങ്കിൽ നേരെ കേശുവാലിറ്റി പോയി കാണിക്കുക, അവിടെ ഇരുന്നാ പറയാ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആ കുട്ടിക്ക് അതിന് ശേഷം വെള്ളമോ ഭക്ഷണം കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. വെയിറ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി മാത്രമാണ്. പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു, അത് ആ ഡോക്ടർക്ക് മാത്രം പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് മറ്റേ ഡോക്ടറെ കാണിച്ചത്. അതും മറ്റേ ഡോക്ടറുടെ ഇന്റർഗേഷനിന് ശേഷമാണ് എന്താണെന്ന് വെച്ചറിയാം. ഇനി കേശുവാലിറ്റിയുള്ള ബാക്കി സ്റ്റാഫിനടുത്ത് അവിടുത്തെ എന്തെങ്കിലും ഡിലേ ഉണ്ടോ, അതൊക്കെ ആ കുട്ടിയുടെ അമ്മക്കാണ് കൂടുതലായിട്ട് അറിയാം. ഈ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമായിട്ട് ഡിലേ ഇല്ല. ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലായി, ഇപ്പൊ നിങ്ങൾക്ക് മെൻജോഎൻസെഫലൈറ്റിസ് നിങ്ങൾക്ക് എല്ലാവരും ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. വെട്ടേറ്റ ഡോക്ടർ ബിപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകർ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരം നടത്തി. സർക്കാർ ആശുപത്രികളിൽ അത്യാഹിതമൊഴികെയുള്ള വിഭാഗങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ന്യൂസ് 18 കോഴിക്കോട്. മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ഒരാളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ പോലീസും നിയമ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ചില മനുഷ്യരെ കാണാം. ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലാൻ മടി കാണിക്കാത്തവർ. ആലപ്പുഴ കായംകുളത്ത് സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കായംകുളം ചേരാവള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കന്യാകുമാരി സ്വദേശി ഷിബു എന്ന് വിളിക്കുന്ന സജിയാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞിൻ്റെ സ്വർണം മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് 7 പേർ ചേർന്ന് സജിയെ മർദ്ദിച്ചത്. കൊലയാളി സംഘത്തിലെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കന്യാകുമാരി സ്വദേശി ഷിബു എന്ന സജിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 2 വയസ്സുകാരന്റെ സ്വർണ്ണ ചെയിൻ മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് 7 പേരടങ്ങുന്ന സംഘം ഷിബുവിനെ മർദ്ദിച്ചത്. കായംകുളം സ്വദേശി വിഷ്ണുവിന്റെ 2 വയസ്സുകാരിയായ മകളുടെ സ്വർണ്ണമാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. ഇത് ഷിബു മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. വിഷ്ണുവും ബന്ധുക്കളും മറ്റും ചേർന്ന് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പോലീസ് പറയുന്നു. മർദ്ദിക്കുന്നതിനിടെ അടുത്തുള്ള കനാലിലേക്ക് വീണ ഷിബുവിനെ കരയിൽ കയറ്റി വീണ്ടും മർദ്ദിച്ചതായാണ് വിവരം. ഇതിനിടെ ബോധരഹിതനായ ഷിബുവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മർദ്ദനമേറ്റ് ഷിബുവിന്റെ ഇടതു ചെവിയുടെ താഴെ ഞരമ്പ് പൊട്ടിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. രതീഷ്, ശ്രീശാന്ത്, കനി, വിഷ്ണു, ചിഞ്ചു എന്നിവരുടെയും കണ്ടാലറിയാവുന്ന ഒരാളുടെയും പേരിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിഷ്ണുവിന്റെ അയൽപ്പക്കത്താണ് ഷിബുവും ഭാര്യ സുധിയും താമസിച്ചിരുന്നത്. ഇവർ വർഷങ്ങളായി ചേരാവള്ളി പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ഷിബുവിന്റെ വീട്ടിൽ പോയ ശേഷമാണ് കുഞ്ഞിന്റെ സ്വർണം കാണാതായത്. ഇത് കായംകുളത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ 13,000 രൂപയ്ക്ക് പണയം വെച്ചിരുന്നു. ഇത് ഷിബുവാണെന്നാണ് ആരോപണം. മരിച്ച ഷിബുവിന്റെ ഭാര്യ സുധിയുടെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ കടന്ന് വിളിച്ച് എനിക്ക് ജീവനെ കൊല്ലാതെ, അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആളെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടാന്നും പറഞ്ഞ് വിളിച്ച് കൊല്ലാതെയും ജീവൻ പോയി. എന്നിട്ട് തട്ടിയിട്ട് ഒരു 5-8 ബക്കറ്റ് വെള്ളം തലവഴി ഒഴിച്ചിട്ട് തോമക്കനെ അങ്ങ് തള്ളുമായിരുന്നു. എന്നിട്ട് പട്ടി വലിച്ചടിക്കും പോലെ വലിച്ച് ഈ റോഡിൽ കൊണ്ടിട്ടിട്ട് വീണ്ടും വെള്ളം കോരി ഒഴിക്കുമായിരുന്നു. അപ്പോൾ ആരാന്ന് പറഞ്ഞു, നിങ്ങൾ 108 വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി, ആളിന് ബോധമില്ലെന്ന്. എന്നിട്ട് 1000 പേര് കൊണ്ടുപോകുന്ന കണ്ട് പിന്നെ അറിയുക ആളെ മരിച്ചെന്ന്.
എൻ്റെ ഭർത്താവിന് എനിക്കൊന്ന് ജീവിതത്തില്ല. ഞങ്ങളെ സ്ഥലം തിരുവനന്തപുരത്ത്, എനിക്ക് ആരുമില്ല. ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലുള്ള ആളായിരുന്നു ഷിബു. വിഷയത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 കായംകുളം. ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടതിന് മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമം. പാലക്കാട് വാണിയംകുളം ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന വിനേഷിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഷൊർണൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ചീനിക്കുന്നിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സംഘടനാ തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വധശ്രമത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പനയൂർ സ്വദേശി വിനേഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമികളിൽ 2 പേർ പിടിയിലായെന്നാണ് സൂചന. മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന്റെ പേരിലാണ് ഡിവൈഎഫ്ഐ മുൻ നേതാവായ വിനേഷിനെ തലക്കടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പനയൂർ സ്വദേശി വിനേഷിനെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാക്കി. ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഡിവൈഎഫ്ഐ പനയൂർ യൂണിറ്റ് അംഗവും വാണിയംകുളം മേഖലാ കമ്മിറ്റി അംഗവുമായിരുന്നു വിനേഷ്. അതിനിടെ സംഘടനാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വാണിയംകുളം വിനേഷ് ചുമതലയിൽ നിന്ന് പൂർണ്ണമായി മാറിയിരുന്നു. പിന്നീട് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതൃത്വത്തെ സമൂഹമാധ്യമങ്ങളിലൂടെ വിമർശിച്ച് പലപ്പോഴും പോസ്റ്റുകളിട്ടു. കഴിഞ്ഞ ദിവസം വാണിയംകുളം മേഖലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വിനീഷ് കമന്റ് ഇടുകയും ഇതിന് പ്രാദേശിക നേതാക്കൾ തിരിച്ച് മറുപടി നൽകുകയും ഉണ്ടായി. 3 വർഷം മുമ്പ് പരാതിയുടെ അടിസ്ഥാനത്തിൽ CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വിനേഷിനെ പുറത്താക്കിയിരുന്നു. താൻ വാണിയംകുളത്ത് ഉണ്ടെന്നും ആക്രമിക്കേണ്ടവർക്ക് വരാമെന്നും വിനീഷ് വെല്ലുവിളിക്കുകയും ചെയ്തു. അതോടെയാണ് കഴിഞ്ഞ രാത്രി വിനീഷിന് നേരെ ആക്രമണമുണ്ടായത്. സഹപ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് വാണിയംകുളം വിനീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിൽ വിനീഷിന്റെ തലക്കാണ് പരിക്കേറ്റത്. വിനീഷിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ യുവാവിനെ ആക്രമിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെന്നാണ് FIR. കൊലപ്പെടുത്തുമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു മർദ്ദനമെന്നാണ് പോലീസ് പറയുന്നത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി C രാകേഷിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. രാകേഷിനെ വിനേഷ് തെറിവിളിച്ചതിന്റെ വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും FIR-ൽ ഉണ്ട്. സംഭവത്തിൽ പ്രതിയായ ഷൊർണൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ചീനിക്കുന്ന് ഒളിവിലാണ്. രാകേഷിന് പുറമെ CPM ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് അംഗവുമായ ഹാരിസും ഡിവൈഎഫ്ഐ കൂനത്തറ മേഖലാ സെക്രട്ടറിയും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുർജിത്തും പ്രതികളാണ്. ഹാരിസും സുർജിത്തും കിരണും കോഴിക്കോട് വെച്ച് പിടിയിലായെന്നാണ് വിവരം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നതിനിടെയാണ് 3 പേരും പിടിയിലായത്. കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡും കോഴിക്കോട് റെയിൽവേ പോലീസും RPF-ഉം ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അതിന് മറുപടി പറയാമെന്നപ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. മാത്രമല്ല അന്വേഷിച്ച ശേഷം നമ്മൾ നിങ്ങളെ തന്നെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് അത് പാർട്ടി കുടുംബം. ഇത് ആക്രമിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും വിഷമം തന്നെയല്ലേ. ന്യൂസ് 18 പാലക്കാട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ശേഷം തീർത്ഥാടന കേന്ദ്രത്തിൽ ഒളിവാസം. എന്നാൽ കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരെ രക്ഷിക്കാൻ ദൈവം പോലും ഉണ്ടാകില്ല കേട്ടോ. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ശേഷം ആരാധനാലയത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി. മലപ്പുറം പൊന്നാനി സ്വദേശി ഷംസുവിനെ തമിഴ്നാട്ടിലെ നാഗൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ ഇയാളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പറുകൾ നിരീക്ഷിച്ചാണ് പ്രതിയെ പൊക്കിയത്. പൊന്നാനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ശേഷം നാടുവിട്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതിയെയാണ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പൊന്നാനി സ്വദേശി രായൻ വീട്ടിൽ ഷംസു എന്ന 51-കാരനാണ് അറസ്റ്റിലായത്. പൊന്നാനിയിൽ പൊടിമില്ലിൽ ജോലി ചെയ്യുകയായിരുന്ന പ്രതി മില്ലിൽ ആളിലായിരുന്ന സമയം പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയും വീട്ടുകാരും പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഷംസു ഒളിവിൽ പോയി.
തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി 20 ദിവസത്തോളം നാഗൂർ, ഏർവാടി, മുത്തുപേട്ട ദർഗകളിലും പരിസരത്തുമായി ഒളിച്ചു താമസിക്കുകയായിരുന്നു. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ ഇയാളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പറുകൾ നിരീക്ഷിച്ചതിൽ നിന്നാണ് നാഗൂർ ദർഗയിൽ ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് പ്രത്യേക സംഘം നാഗൂരിലെത്തി ഷംസുവിനെ തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. പൊന്നാനി CI അഷ്റഫ്, SI ബിബിൻ, ASI വർഗീസ്, സീനിയർ CPOമാരായ അഷ്റഫ്, നാസർ, പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 10 വർഷം മുൻപും സമാനമായ മറ്റൊരു കേസിൽ ഷംസു പ്രതിയായിരുന്നെന്ന് പൊന്നാനി CI പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കൊച്ചി കുണ്ടന്നൂരിൽ സ്റ്റീൽ കട ഉടമയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്ന കേസിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതികൾ ഉപേക്ഷിച്ച കാർ തൃശ്ശൂരിൽ നിന്നും കണ്ടെത്തി. കേസിൽ പ്രതികളെ സഹായിച്ചവരടക്കം 5 പേർ കസ്റ്റഡിയിലുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. മുഖം മൂടി ധരിച്ച് കവർച്ച നടത്തിയ സംഘം സംസ്ഥാനം വിടാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. സംഭവത്തിന് പിന്നിലെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നു. കൊച്ചി കുണ്ടന്നൂരിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്റ്റീൽ കമ്പനിയിലാണ് ഇന്നലെ പട്ടാപ്പകൽ മൂവർ സംഘം മുഖംമൂടി ധരിച്ചെത്തി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി 80 ലക്ഷം രൂപ തട്ടിയെടുത്തത്. അജ്ഞാത കൊള്ളസംഘം നടത്തിയ കവർച്ചയല്ല ഇതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സ്റ്റീൽ കടയുടെ ഉടമ സുബിനുമായി ചിലർക്കുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിപ്പിന് പിന്നിലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. സുബിനൊപ്പം ആ സമയം കടയിലുണ്ടായിരുന്ന സജിയെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സജിയെ സഹായിച്ച വിഷ്ണുവിനെയും പിന്നാലെ പിടികൂടി. പ്രതികളെ സഹായിച്ചെന്ന് കരുതുന്ന 5 പേരെയും കസ്റ്റഡിയിലെടുത്തു. മുഖംമൂടി ധരിച്ച് കവർച്ച നടത്തി രക്ഷപ്പെട്ട സംഘത്തിനായി തിരച്ചിൽ തുടരുകയാണ്. മുഖം മൂടിയിട്ട് അവിടെ വന്ന ആൾക്കാർ ഇനി പിടിക്കാണ്. അല്ല, ഇപ്പൊ കസ്റ്റഡിയില്ല. നമുക്ക് കസ്റ്റഡിയിലുള്ളത് മൊത്തം 5 പേരുണ്ട്. ഇവരെ കൊണ്ടുവന്ന ഒരു സജി എന്നയാള്, മറ്റൊരു വിഷ്ണു എന്നയാള്, അതോടുകൂടി ഇവരെ ബാക്കി കാര്യങ്ങൾക്ക് സഹായിച്ച ഒരു 3 പേരുണ്ട്. സഹായിച്ച ആൾക്കാരാണ്. ആ കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ ഉപേക്ഷിച്ച റിറ്റ്സ് കാർ തൃശൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി. ട്രേഡിംഗ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ ദുരൂഹമായി നടത്തിയ പണമിരട്ടിപ്പിക്കൽ പദ്ധതിയാണ് കുണ്ടന്നൂരിൽ നടന്നതെന്ന് പോലീസ് സൂചിപ്പിച്ചു. കസ്റ്റഡിയിലെടുത്ത സജിയുമായി 15 ദിവസത്തെ പരിചയമുണ്ടെന്നാണ് സുബിൻ പറഞ്ഞത്. സുബിന്റെ കയ്യിൽ 80 ലക്ഷം രൂപ പണമായുള്ള വിവരം സജിക്ക് കൃത്യമായി അറിയാമായിരുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ 3 മണിക്ക് സജി കടയിലെത്തിയത്. സുബിൻ 80 ലക്ഷം രൂപ എണ്ണുന്നതിനിടെ പെട്ടെന്നാണ് കവർച്ചാ സംഘം കടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറിയത്. വടിവാളിന് പിന്നാലെ തോക്കുമുയർത്തിയതോടെ ഭയന്ന് വിറച്ച സുബിൻ 80 ലക്ഷവും കവർച്ചാ സംഘത്തിന് കൊടുക്കുകയായിരുന്നു. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കുണ്ടന്നൂരിലെ റെസ്റ്റോറന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കസ്റ്റഡിയിലെടുത്തവരെ എറണാകുളം ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി. ഭൂട്ടാൻ വാഹന തട്ടിപ്പിന് പിന്നിലെ കള്ളപ്പണ ഇടപാടിൽ നടന്മാരായ ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും അമിത് ചക്കാലക്കലിനും പിടിവീഴുമോ? കള്ളപ്പണം ഉപയോഗിച്ചാണ് ആഡംബര വാഹനങ്ങൾ വാങ്ങിയതെന്ന സംശയത്തിൽ താരങ്ങൾ ഉൾപ്പെടെയുള്ള കാർ ഉടമകളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം ദുൽഖർ അടക്കമുള്ള വാഹന ഉടമകൾക്ക് സമൻസ് അയക്കും. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഫെമ ചട്ടലംഘനമുണ്ടെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നതിന് ശേഷം തീരുമാനമുണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്ത് വ്യാപക പരിശോധന നടത്തിയത്. നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിൽ അടക്കം 11 ഇടങ്ങളിൽ ED പരിശോധന നടത്തി. റെയ്ഡിൽ വാഹന ഇടപാടുകളുടെ നിർണായക രേഖകൾ പിടിച്ചെടുത്തിരുന്നു. വാഹന ഉടമകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ ഉൾപ്പെട്ടവർ കള്ളപ്പണ ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്നും വാഹനങ്ങളുടെ ഉടമകളിൽ പലരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമല്ല എന്നുമാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാർ കടത്തലിൽ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് ED വ്യക്തമാക്കുന്നത്.
അതേസമയം കസ്റ്റംസ് പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുനൽകുന്നതിൽ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ തീരുമാനമെടുക്കണമെന്ന് ചൊവ്വാഴ്ച ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. തന്റെ വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തത് മുൻവിധിയോടെയാണ് എന്നും കൈമാറിയ രേഖകൾ പോലും ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഇടക്കാല നിർദ്ദേശം. വ്യക്തികൾക്കെതിരെ തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കരുത് എന്ന് ഹൈക്കോടതി ചൊവ്വാഴ്ച കസ്റ്റംസിനോട് കർശനമായി പറഞ്ഞിരുന്നു. കസ്റ്റംസിന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടിയുടെ ജാള്യം മറയ്ക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇറക്കിയത് എന്ന ആരോപണവും ശക്തമാണ്. ഫെമ ലംഘനം കണ്ടെത്തിയ വാഹനക്കടത്തിൽ വൈകാതെ ED, ECIR രജിസ്റ്റർ ചെയ്യും. ഇതിനൊപ്പം ആദായ നികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം മൈനാഗപ്പള്ളിയിൽ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന രാധാകൃഷ്ണപിള്ളയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ക്ഷയരോഗിയായ ആ മനുഷ്യൻ്റെ മരണം മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. അയാൾ താമസിച്ചിരുന്ന ഷെഡിന് സമീപത്ത് മൃതദേഹം ജീർണിച്ച നിലയിൽ കണ്ടെത്തുന്നു. തെരുവ് നായ്ക്കൾ ഭക്ഷിച്ച ശേഷം മൃതദേഹം പുറത്തേക്ക് വലിച്ചിട്ടതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അടുത്ത് വീടുകളില്ലാത്തതിനാൽ സംഭവം ദിവസങ്ങൾക്ക് ശേഷമാണ് പുറം ലോകം അറിഞ്ഞത്. അവിവാഹിതനായ രാധാകൃഷ്ണപിള്ള ഒറ്റയ്ക്കായിരുന്നു താമസം. ക്ഷയരോഗിയായ ഇയാൾ ഇടയ്ക്കിടെ പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ചികിത്സ തേടാറുണ്ടായിരുന്നു. അടുത്ത് വീടുകൾ ഇല്ലാത്തതിനാൽ സംഭവം ദിവസങ്ങളോളം പുറത്തറിഞ്ഞില്ല. സമീപത്തെ വീട്ടിൽ ജോലിക്കെത്തിയ പ്രദേശവാസിയാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടത്. വീടം വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഒരു സ്മെല്ലടിച്ചു എന്നറിഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു പയ്യൻ ഉടങ്ങാണ്ട് വന്ന് നോക്കിയപ്പോൾ അവൻ എന്താണെന്ന് മനസ്സിലാകാത്ത പോലെ തിരിച്ചു കൂടുകയാണ്. അപ്പോൾ തന്നെ അവരുടെ സഹോദരി ഭർത്താവ് തൊട്ടപ്പുറത്താണ് താമസം. അദ്ദേഹത്തെ വിവരം അറിയിച്ചു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ എന്നുള്ളതിൽ എന്നെ വിളിക്കുകയും അദ്ദേഹം അത് കണ്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഞാൻ നോക്കാൻ വരുമ്പോൾ ഞാൻ വിചാരിച്ച ആൾ കിടക്കുന്നു എന്നുള്ളതാണ് നോക്കിയത്. പക്ഷേ അവിടെ നോക്കുമ്പോൾ ആളല്ല കിടന്നത്. അവിടെ ഒരു കൂട്ടം എല്ലും കഷ്ണങ്ങളും ചെറിയ പഴംതുണികളും മാത്രമാണ് കിടക്കുന്നത്. തലയോട്ടിയുടെ പോറും മുടികളെല്ലാം അതിൽ നിന്ന് പൊഴിഞ്ഞു പോയിരിക്കുന്നു. മൃതദേഹം ഷെഡിനുള്ളിൽ നിന്ന് തെരുവ് നായ്ക്കൾ പുറത്തേക്ക് വലിച്ചിട്ടതാകാമെന്നാണ് സംശയം. ശരീരഭാഗങ്ങൾ നായ്ക്കൾ ഭക്ഷിച്ചോ എന്നും സംശയമുണ്ട്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹ ഭാഗങ്ങൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. കണ്ണൂർ സ്ക്വാഡ് സിനിമാ കഥയെ വെല്ലുന്ന ആക്ഷനുമായി ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡ്. മോഷണ മുതലുമായി രക്ഷപ്പെട്ട പ്രതിയെ പശ്ചിമ ബംഗാളിലെത്തിയാണ് ഷൊർണൂർ ക്രൈം സ്ക്വാഡ് കയ്യോടെ പൊക്കിയത്. ഒറ്റപ്പാലം കടമ്പൂരിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നാലെ നാടുവിട്ട ബംഗാൾ സ്വദേശി ജിയാബുളിനെയാണ് സിംഗൂരിൽ നിന്നും സാഹസികമായി പിടികൂടിയത്. ബംഗാളിലെ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കും. ഇയാൾ കൂടുതൽ കേസുകളിൽ പ്രതിയാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ മലയാളിയെ രോമാഞ്ചം കൊള്ളിച്ചെങ്കിൽ സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യം നടപ്പാക്കി സേനയ്ക്കും നാടിനും അഭിമാനമാവുകയാണ് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡ്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടമ്പൂരിൽ നടന്ന കളവിന് ശേഷം സ്വർണവുമായി കടന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ SK ജിയാവുളിനെ വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലി ജില്ലാ പോലീസ് പരിധിയായ സിംഗൂരിൽ നിന്ന് കൈയോടെ പിടികൂടുകയായിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DOSP മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്നായിരുന്നു ഓപ്പറേഷൻ ഏകോപിപ്പിച്ചത്. തന്നെ തേടി ഇത്ര ദൂരം പോലീസ് എത്തുകയില്ലെന്ന് കരുതിയ പ്രതിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കേരള പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയത്. കടമ്പൂർ ഭാഗത്ത് സ്വർണ്ണപ്പണിക്കായി എത്തിയിരുന്ന പ്രതിക്ക് സ്ഥലവുമായും സ്ഥാപനവുമായുമുള്ള മുൻകാല പരിചയമാണ് മോഷണത്തിന് വഴിയൊരുക്കിയത്. ഒറ്റപ്പാലം CI അജീഷ്, SI M സുഭാഷ്, ക്രൈം സ്ക്വാഡ് ASI P അബ്ദുൾ റഷീദ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സജിത്ത്, മിജേഷ്, ജയരാജ്, അർഷാദ്, സുനിൽ, നൌഷാദ് ഖാൻ, റിയാസ്, സജിത്ത് എന്നിവരുൾപ്പെട്ട പോലീസ് ടീമാണ് പ്രതിയെ പിടികൂടിയത്. ഈ മാസത്തിൽ തന്നെ നടന്ന പട്ടാമ്പി ആരാധന ജ്വല്ലറി കവർച്ചാ പ്രതികളെ
ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി അഭിനന്ദനങ്ങൾ നേടിയതിന് പുറകെയാണിപ്പോൾ ഷൊർണൂർ ക്രൈം സ്ക്വാഡ് സേനയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി നേടാനായത്. വെസ്റ്റ് ബംഗാളിലെ കോടതി നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം പ്രതിയെ നാട്ടിലെത്തിക്കും. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തെ പോലീസുകാർക്ക് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇനി സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് നൽകണം. ഓരോ പോലീസുകാരും ഏതൊക്കെ വാട്സാപ്പ്, ടെലിഗ്രാം, സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അംഗമാണെന്നും മേലുദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതുണ്ട്. പോലീസുകാരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇനി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിലുമായിരിക്കും. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവ് പുറപ്പെടുവിച്ചു. CPO മുതൽ SHO വരെയുള്ളവർക്കാണ് സോഷ്യൽ മീഡിയ ചട്ടങ്ങൾ ബാധകമാവുക. ഈ ഉത്തരവിനെതിരെ സേനയിൽ പലർക്കും അമർഷമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ചില സമൂഹമാധ്യമ പോസ്റ്റുകൾ സേനയ്ക്കും സർക്കാരിനും കളങ്കമുണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തുകയും ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിനെതിരെ നിരവധി പരാതികൾ ഉയരുകയും ചെയ്തതോടെയാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ SHOമാർ വരെ ഉള്ളവർ വിവരം നൽകണം. DYSP റാങ്കിനും അതിനു മുകളിലുള്ളവർക്കും നിർദ്ദേശം ബാധകമല്ല. പ്രത്യേകം തയ്യാറാക്കിയ ഗൂഗിൾ ഫോമിലൂടെയാണ് വിവരങ്ങൾ കൈമാറേണ്ടത്. ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഗ്രൂപ്പുകളിൽ അംഗമാണ് എന്നീ വിവരങ്ങൾ വ്യക്തമാക്കണം. നൽകുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഗൂഗിൾ ഫോമിൽ സാക്ഷ്യപ്പെടുത്തണം. ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഈ വിവരങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സത്യപ്രസ്താവന നൽകുന്നതിന് പ്രത്യേക മാതൃകയിലുള്ള ഫോമും പോലീസ് ആസ്ഥാനത്ത് നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഗൂഗിൾ ലിങ്കിൽ വിശദാംശങ്ങൾ ചേർത്ത് ഡിക്ലറേഷൻ നൽകാനാണ് നിർദ്ദേശം. പോലീസിന്റെ പ്രതിച്ഛായയ്ക്കും മാന്യതയ്ക്കും ഹാനികരമായ പ്രവർത്തനങ്ങൾ നടത്തില്ലെന്നും നിയമപാലകൻ എന്ന നിലവാരം ഉറപ്പാക്കുമെന്നും എഴുതി നൽകണം. ഔദ്യോഗിക രഹസ്യരേഖകൾ പങ്കിടുകയോ ഫോർവേഡ് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും സാക്ഷ്യപ്പെടുത്തണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടിക്കെതിരെ ഒരു വിഭാഗം അതൃപ്തി അറിയിച്ച് രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പത്തനംതിട്ട കീഴ്വായ്പൂരിൽ 61കാരിയെ വീടിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം. മല്ലപ്പള്ളി പഞ്ചായത്തിലെ ആശാപ്രവർത്തകയായ 61കാരി ലതയ്ക്കാണ് പൊള്ളലേറ്റത്. ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട്. സംഭവത്തിൽ വൻ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നെയ്യാറ്റിൻകര കുടുംബകോടതിയിൽ വ്യാജ ബോംബ് ഭീഷണി. ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി എക്സൈസ് പിടിയിൽ. പിടിയിലായത് മാൾഡ സ്വദേശി ബുള്ളറ്റ് മണ്ഡൽ. ഇടുക്കിയിൽ 17കാരിയെ പീഡിപ്പിച്ച യുവാവിനെ പോക്സോ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ചെറുതോണി സ്വദേശി 37കാരനായ നടക്കൽ ബൈജുരാജു. എറണാകുളത്ത് പള്ളിപ്പെരുന്നാളിനായുള്ള ഡാൻസ് പരിശീലനത്തിനിടെ 12 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കപ്പ്യാർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. കാക്കനാട് തൂതിയൂർ വ്യാകുലമാതാ പള്ളിയിലെ കപ്പ്യാർ ഷാജി ജോസഫിനെതിരെയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. മലപ്പുറം തിരൂരിൽ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് എക്സൈസ് 1 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മിനാർ ഷേഖ് പിടിയിൽ. പാലക്കാട് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിനിടെ കടന്നുവന്ന സ്വകാര്യ ബസ് അടിച്ചു തകർത്ത് പ്രവർത്തകർ. വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രതിഷേധ പ്രകടനത്തിനിടെ വന്ന ബസ് പ്രവർത്തകന്റെ കയ്യിൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ ഡ്രൈവർക്ക് പരുക്കേറ്റു. നമ്മുടെ മക്കളുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ മാതാപിതാക്കൾ നിരീക്ഷിക്കാറുണ്ടോ? അവർ പഠിക്കാനെന്ന് പറഞ്ഞ് രാത്രി വൈകിയും ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. കോഴിക്കോട് നാദാപുരത്ത് 10ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആൺസുഹൃത്തുക്കളാണ്. ഇൻസ്റ്റഗ്രാം വഴി ചാറ്റ് ചെയ്ത് ബന്ധം സ്ഥാപിച്ച 19ഉം 20ഉം വയസ്സ് പ്രായമുള്ള 5 പേർ പല ഘട്ടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് മൊഴി. കേസിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറാമല സ്വദേശി ആദിത്യൻ, വല്യാട് സ്വദേശി അരുൺ, കോട്ടപ്പള്ളി സ്വദേശി സായുജ്, ആയഞ്ചേരി സ്വദേശികളായ അനുനന്ദ്, സായുജ് എന്നിവരാണ് പിടിയിലായത്. ഇതൊറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല.
പല കുട്ടികളും സമൂഹ മാധ്യമങ്ങളിലെ ചതിയിൽ വീഴാറുണ്ട്. ഇവിടെ മാതാപിതാക്കളുടെ കരുതലും ശ്രദ്ധയുമാണ് വേണ്ടത്. മക്കളുമായി എല്ലാ ദിവസവും സംസാരിക്കാനും അവർ പഠിക്കുന്ന സമയത്ത് ഫോൺ കൊടുക്കാതിരിക്കാനും കുട്ടികളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ശ്രമിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.